മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു. 140 അടിയാണ് അണക്കെട്ടിലെ ഇപ്പോഴത്തെ ജലനിരപ്പ്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ജില്ലയിൽ 8 കൺട്രോൾ റൂമുകൾ തുടങ്ങി. സാഹചര്യം വിലയിരുത്താൻ ജില്ലാ ഭരണകൂടം ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ഇതിനിടെ ജലനിരപ്പ് 142 അടിയായ ശേഷം മാത്രമേ ഷട്ടറുകൾ തുറക്കുകയുള്ളൂവെന്ന് തമിഴ്നാട് കേരളത്തെ അറിയിച്ചു. 14.4 മില്ലിമീറ്റർ മഴയാണ് അണക്കെട്ടിൽ ഇന്നലെ പെയ്തത്. 19 മില്ലിമീറ്റർ മഴ തേക്കടിയിലും പെയ്തു. സെക്കൻഡിൽ 1916 ഖനയടി ജലമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. 456 ഖനയടി ജലമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്ന ജലത്തിന്റെ അളവ് കുറച്ച് അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയാക്കാനാണ് തമിഴ്നാടിന്റെ നീക്കം. ജലനിരപ്പ് 142 അടിയിലെത്തിച്ച് അണക്കെട്ടിന് ബലക്ഷയമില്ല എന്ന് സ്ഥാപിക്കാനാണ് തമിഴ്നാടിന്റെ നീക്കം. 2005 ശേഷം ജലനിരപ്പ് 139 അടിക്ക് മുകളിലെത്തുന്നത് ഇതാദ്യമായാണ്. അന്ന് സ്പിൽവേ ഷട്ടറുകൾ വഴി 2403 ദശലക്ഷം ഖനയടി ജലം ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുകിയിരുന്നു. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ജില്ലയിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. 6 വില്ലേജുകളിലും ഇടുക്കി കളക്ടറേറ്റിലും പീരുമേട് താലൂക്ക് ഓഫീസിലുമാണ് കൺട്രോൾ റൂമുകൾ തുറന്നത്. ഏത് സാഹചര്യം നേരിടാൻ തയ്യാറാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജലനിരപ്പ് 140 അടിയായ ശേഷമേ അണക്കെട്ട് തുറന്നുവിടുമെന്ന് തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട്. തേനി ജില്ലാ കളക്ടറാണ് ഇക്കാര്യം ഇടുക്കി ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചത്. ജലനിരപ്പ് 142 അടി ആകാറായ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്തത്. കുമളിയിൽ ചേരുന്ന യോഗത്തിൽ പോലീസ്, വനം, റവന്യൂ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. റിപ്പോർട്ടർ, ഇടുക്കി.